Hello friends, welcome to channel. അപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പേ നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറഞ്ഞു നമ്മൾ കുറേ വീഡിയോ ഇടാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്കൊരു 100 രൂപ കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ SIP തുടങ്ങാനുള്ള ഓപ്ഷൻസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ കുറേ പേര് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഇപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് ഒരു ഇമ്പോർട്ടൻസ് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ജോബ് കിട്ടുമ്പോൾ നോർമലി 25 വയസ്സൊക്കെ ആകുമ്പോൾ ജോബ് കിട്ടും വിചാരിക്കുക. അപ്പോൾ തൊട്ട് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് ഒരു SIP തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 10-15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ അത് എത്ര ഇമ്പാക്ട് വരുന്ന നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവണം. എന്ന് വെച്ചാൽ കുറേ പേർക്ക് പ്രത്യേകിച്ച് 25 വയസ്സൊന്നും ഇതിനെക്കുറിച്ച് ആരും ആലോചിക്കില്ല. അപ്പോൾ കുറേ പേരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ഇപ്പം മെജോറിറ്റി ആൾക്കാരും SIPയും അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടും ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോൾ കുറേ പേർക്ക് എന്താ പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ SIP നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ കണ്ട് മോട്ടിവേഷനൊക്കെ ആയിട്ട് കുറേ പേര് ഇതുപോലെ ഇൻവെസ്റ്റ്മെന്റും SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അത് എല്ലാ മാസം നമ്മൾ SIP അടയ്ക്കണമല്ലോ. അപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ കുറേ പേര് 2-3 മാസം അടക്കി പിന്നെ നിൽക്കും അങ്ങോട്ട്. പിന്നെ അതിൻ്റെ ഉള്ള എന്താ പറയുക മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ SIP അവിടെ നിൽക്കും. അപ്പോൾ അതാണ് മെജോറിറ്റി ആൾക്കാരും ഇപ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു പ്രതിവിധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവമാണ് ഓട്ടോപേ. അത് ഇപ്പോൾ നമുക്ക് SIPയിലും ചെയ്യാൻ പറ്റും, നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെന്റ് എല്ലാ ബിൽ പേയ്മെന്റ്സിനും ഓട്ടോപേ ആക്കാൻ പറ്റും. ഈ ഓട്ടോപേ എന്ന് വെച്ചാൽ സംഭവം നമ്മുടെ EMI ഒക്കെ ഓട്ടോപേ എടുക്കില്ല. അതുപോലെ തന്നെ ഈ മാൻഡേറ്റ് ചെയ്താൽ മതി. അതായത് നാഷ് ഫോം. ഇപ്പോൾ പണ്ടൊക്കെ ഒരു നാഷ് ഫോം എന്നൊരു ഫോമായിരുന്നു, ഫിസിക്കലി നമ്മൾ ബാങ്കിൽ പോയിട്ട് ഫില്ല് ചെയ്തിട്ട് സംഭവം കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്കെല്ലാം മാൻഡേറ്റ് ആയി, അതായത് ഇലക്ട്രോണിക്കലായി. അപ്പോൾ നമ്മൾ ഇതേ സംഭവം ഓട്ടോപേ നമ്മളിപ്പോൾ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസോ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസോ വെച്ചിട്ട് നമുക്ക് ഓട്ടോപേ എനേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ആ ടൈം ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏത് ഡേറ്റിലാണ് കട്ടാവേണ്ടതെന്ന് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു SIP നമ്മൾ ചെയ്യുമ്പോൾ ഈ ഓട്ടോപേ സെലക്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഈ ഓട്ടോപേ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളത് പിന്നെ നമുക്കത് പിന്നെ കുറിച്ച് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്യാഷ് വരുമ്പോൾ ആ ടൈമിൽ എന്നാൽ നമ്മൾ ഡേറ്റ് സെറ്റ് ആയിരിക്കണേ അത് കട്ടായി പോയിക്കോളും. എന്നുവെച്ചാൽ നമ്മളിത് ഇതുപോലെ ഈ ഓട്ടോപേ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 5 വേണമെങ്കിൽ ഒരു മാക്സിമം ഒരു 5 മാസം നമ്മൾ കറക്റ്റായിട്ട് പേ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ അത് വിടും അങ്ങോട്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മോട്ടിവേഷൻ അങ്ങോട്ട് പോകും. അപ്പോൾ അത് പോകുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നിൽക്കും. അപ്പോൾ ഈ സാധനം കറക്റ്റ് ഇത് ഈ ഓട്ടോപേ വെച്ചാൽ തന്നെ കുറേ പേരെ പരിപാടി സോൾവ് ആയി കിട്ടും. എന്ന് വെച്ചാൽ കുറേ പേരെ ഈ ഇഷ്യൂ സോൾവ് ആയി കിട്ടും. എന്ന് വെച്ചാൽ നമ്മൾ കുറേ പേര് ചോദിക്കുന്നു മ്യൂച്വൽ ഫണ്ട് ഇതുപോലെ നമ്മൾ വീഡിയോ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, പക്ഷേ അത് അങ്ങോട്ട് കണ്ടിന്യൂ ആവുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു വൺ ഓഫ് ദ ഒരു മെത്തേഡാണ് നമ്മുടെ ഓട്ടോപേ എന്ന സംഭവം. നോർമലി നമുക്ക് SIP ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് സംശയം എന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോപേ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അക്കൗണ്ടിൽ കാശ് ഇല്ലെങ്കിൽ പണി കിട്ടുമല്ലോ. നമുക്കറിയാം EMIയിൽ ഓട്ടോപേ കാശ് ഇല്ലെങ്കിൽ ബൗൺസ് ആയി കഴിഞ്ഞാൽ ബൗൺസിങ് ചാർജ് ഒക്കെ ഉണ്ട്. പക്ഷേ SIP ഓട്ടോപേയിൽ വരുമ്പോൾ നമുക്ക് ബൗൺസിങ് ചാർജോ സംഭവമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഇന്ത്യ മണിയിലാണ് SIP തുടങ്ങിയതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ SIP സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ മാസത്തെ SIP വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പോസ് ചെയ്യാൻ പറ്റും. അതിനൊക്കെ നമുക്കിപ്പോൾ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ പേടിച്ചിട്ട് ഓട്ടോപേ ചെയ്യാണ്ടിരിക്കേണ്ട കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു SIP മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഓട്ടോപേ എനേബിളായിട്ട് ചെയ്ത് വെക്കുക. മാനുവലായിട്ട് വെക്കരുത്. മാനുവലായിട്ട് വെച്ചാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യില്ല. അത് നമ്മൾ മനുഷ്യരെ നോർമൽ എല്ലാത്ത സംഭവമാണ്. അത് കണ്ടിന്യൂ ആയി പോവില്ല, ഉറപ്പാണ്. മെജോറിറ്റി ആൾക്കാരും പോവില്ല, 99% ഉറപ്പാണ്. അപ്പോൾ എനിക്ക് മുമ്പ് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിപ്പോൾ എല്ലാം നമ്മുടെ എല്ലാം ഓട്ടോപേ ആണ്. അപ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കലി കട്ടായി പോയിക്കോളും. കാശ് നോർമലി വരുന്ന ഏറ്റവും നല്ലത് നമ്മുടെ എന്താ പറയുക ഇൻകം വരുന്ന ദിവസത്തിന് നെക്സ്റ്റ് ഡേ ഡേറ്റ് വയ്ക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. എന്താ വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കും വരുന്നതും പോകുന്നതും അറിയില്ല. അതാണ് നമ്മുടെ നോർമൽ മിക്ക എല്ലാവരുടെയും സാലറിയുടെ അവസ്ഥ. അപ്പോൾ അത് ഏറ്റവും നല്ലത് ഈ സംഭവം തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു SIP ഇൻവെസ്റ്റ്മെന്റ് എത്രയും മുമ്പ് തുടങ്ങാൻ പറ്റും. നമ്മുടെ ഇൻഷുറൻസ് ഒക്കെ പോലെ തന്നെയാണ്. ഇപ്പോൾ ടേം ഇൻഷുറൻസും അതുപോലെ തന്നെ നിങ്ങൾ എത്രയും മുമ്പ് തുടങ്ങുകയാണോ അതിൻ്റെ ഇമ്പാക്ട് നിങ്ങൾക്ക് ഇത്ര കൊല്ലം കഴിയുമ്പോഴാണ് അറിയാം. അപ്പോൾ നിങ്ങൾക്കറിയാം SIP നോർമലി 5 to 15 to 20 years ഒക്കെയാണ് തുടങ്ങുക. അപ്പോൾ 15 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ SIP കുറഞ്ഞ ചെറിയ എമൗണ്ട് കൊടുക്കുന്ന SIP തുടങ്ങി തന്നെ 15 കൊല്ലം 20 കൊല്ലം കഴിയുമ്പോൾ അത് കോമ്പൗണ്ടിങ് ആയി കഴിഞ്ഞ് കൂടി ഭയങ്കര വലിയൊരു എമൗണ്ട് ആവും. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റാത്ത വരെ ഒരു എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ കയ്യിൽ കിട്ടും. അപ്പോൾ അത് കിട്ടുമ്പോൾ അറിയില്ല കുറേ പേർക്ക്. എന്ന് വെച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റായിട്ട് ഫിസിക്കലായിട്ട് പറഞ്ഞുതരാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഫിസിക്കലി വീഡിയോ മോഡലാണല്ലോ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഫിസിക്കലി നിങ്ങളുടെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ അങ്ങനത്തെ ഒരാൾ SIP ചെയ്തിട്ട് ഇതുപോലെ എന്താ പറയുക അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് ബൾക്കായിട്ട് കിട്ടുമല്ലോ, ലംസമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും SIP തുടങ്ങും, ഉറപ്പാണ്. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളൊരു SIP ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ഓട്ടോപേ എനേബിൾ ചെയ്ത് വയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് SIP എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് പിന്നെ കുറേ പേർക്കുള്ള സംശയമാണ് നമ്മുടെ ഈ SIP ചെയ്യാൻ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇമെയിലായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ അടുത്തുനിന്ന് നമ്മുടെ ഡെബിറ്റ് കാർഡ് നമ്പർ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് ഒക്കെ അവർ ചോദിക്കും. അതെല്ലാം ഒഫീഷ്യലി നമ്മുടെ ഗവൺമെന്റ് സൈറ്റിൽ കൊടുത്തിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആക്ച്വലി ഇത് ഫില്ല് ചെയ്ത് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ഡാറ്റാസ് അവിടെ നിന്ന് ലീക്ക് ആവുന്നില്ല. അതെല്ലാം
എന്താ പറയുക എൻക്രിപ്റ്റഡ് ആണ്, എൻക്രിപ്റ്റഡ് വെബ്സൈറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് നോർമലി നമ്മൾ എന്താ പറയുക ഇമെയിലായിട്ട് സംഭവങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ അതിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഇമെയിലായിട്ട് എന്ന് പറയുമ്പോൾ ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കുറേ പേര് അതുകൊണ്ട് പേടിക്കും. അല്ലെങ്കിൽ 2026 വരെ മാക്സിമം ഡേറ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ ഈ ഇമെയിൽ എന്ന് പറയുന്നത് നമുക്ക് അറിയാം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ എമൗണ്ട് ഡെബിറ്റ് ചെയ്യാനുള്ള ഒരു കൺസെൻറ്റ് നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആദ്യം തുടങ്ങിയ SIP എന്ന് പറയുന്നത് ചിലപ്പോൾ 1000 രൂപയായിരിക്കും. നമുക്ക് വേണമെങ്കിൽ SIP നമ്മുടെ ഒഫീഷ്യൽ നമ്മുടെ ഈ എന്താ പറയുക മ്യൂച്വൽ ഫണ്ട് സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ SIP കൂട്ടാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് ഇപ്പോൾ മാക്സിമം ഇപ്പോൾ നമ്മൾ അതിനാണ് ആ എമൗണ്ട് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഇത് സെയിം ആണ്. നമുക്കിപ്പോൾ ലോൺ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ EMI അടയ്ക്കാൻ പോകുമ്പോൾ ഈ സെയിം ആയിട്ട് വരിക എന്ന് വെച്ചാൽ അതൊരു മാക്സിമം ലിമിറ്റാണ്. അത് നിങ്ങൾ കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ലോണിനൊക്കെ അവർ മാക്സിമം കൂട്ടി വയ്ക്കുക എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾ ലോൺ അടയ്ക്കാണ്ട് സെറ്റിൽമെൻറ്റ് സംബന്ധത്തിനൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് എടുക്കാനുള്ള ഉപയോഗിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ എത്രയാണോ നമ്മുടെ EMI എമൗണ്ട് നമ്മൾ കൊടുത്തതിന് കൺസെൻറ്റ് അത് മാത്രമാണ് നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എടുക്കാൻ പറ്റുള്ളൂ. അതായത് അല്ലാണ്ട് നമ്മുടെ ഈ ഇമാൻഡേറ്റിൻ്റെ മാക്സിമം ലിമിറ്റ് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് സെയിം ആണ്. നമ്മുടെ SIP ആയിക്കോട്ടെ ലോണിൻ്റെ EMI ആയിക്കോട്ടെ എല്ലാത്തിനും സെയിം തന്നെയാണ്. നമുക്ക് കുറേ മെസ്സേജും നമ്മളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയ ഓൾമോസ്റ്റ് സംഭവത്തൊക്കെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ 2 ചാനൽ കാണാത്തവരെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിലേക്ക് കമ്പനിക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.